എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അഡോളസെൻറ്റ് സൈക്കോളജിയിലെ ഡെവലപ്മെൻറ്റൽ നീഡ്സ്, ഫിസിയോളജിക്കൽ, ഇൻ്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികാസത്തിൻ്റെ മേഖലകൾ. ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് വികാസത്തിൻ്റെ മേഖലകൾ എന്നുള്ളതാണ്. ഒന്നാമത്തതായിട്ട് കായിക വികാസം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ തന്നെയാണ് കായിക വികാസം. ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബൗദ്ധികം, ഭാഷാ വികാസം ലാംഗ്വേജ്, വൈകാരിക വികാസം ഇമോഷണൽ, സാമൂഹിക വികാസം സോഷ്യൽ. അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ, ഇൻ്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ, സോഷ്യൽ. അതായത് ഒരു കുട്ടി ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വികാസത്തിൻ്റെ സമയത്ത് വികാസവും വളർച്ചയും രണ്ട് തന്നെയാണ്. ഫിസിക്കൽ ചേഞ്ചിനെ മാത്രമാണ് നമ്മൾ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയം വികാസം ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകുന്നു? കായിക വികാസം, ബൗദ്ധിക വികാസം, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ വികാസം, ഭാഷാ വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം, ഈ പറഞ്ഞ മേഖലകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വികാസം കടന്നു പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ കായിക വികാസം. ഇവിടെ നമ്മുടെ മോട്ടോർ സ്കിൽസ്, അത് ഓടുക, ചാടുക, നടക്കുക, ഇരിക്കുക, ഇങ്ങനത്തെ പ്രവൃത്തികളെല്ലാം കുട്ടികൾ എന്ത് ചെയ്യുന്നു? വികസിപ്പിച്ചെടുക്കുന്ന ഘട്ടമാണ് അല്ലെങ്കിൽ ഇതാണ് കായിക വികാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്നത് വലിയ പേശികളുടെ പ്രവർത്തനം, അതായത് ഉദാഹരണം ഓട്ടവും ചാട്ടവും. കുട്ടികൾ കുഞ്ഞിനെ തുടങ്ങുന്ന ചെറിയ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനും എണീക്കാനും ഇരിക്കാനും അവിടെ നിന്ന് മുട്ടിലഴയാനും ഒക്കെ നടക്കുന്ന ഇതിൻ്റെ തുടക്ക പ്രവർത്തനങ്ങളാണ്. ഇനി ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ പേശികളുടെ പ്രവർത്തനം. അതിലേക്കെത്താം. നമുക്കറിയാലോ, ആദ്യം ഈ പറയുന്ന നമ്മൾ വലിയ സ്ലേറ്റിലോ അല്ലെങ്കിൽ വലിയ പ്രതലത്തിലോ ഒക്കെ എഴുതി ശീലിച്ചതിന് ശേഷമാണ് കുട്ടി പേനയും പെൻസിലും കൈകൊണ്ട് പിടിക്കാനും ബുക്കിലേക്കൊക്കെ എഴുതാനും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ എഴുതുക, ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ്. വലിയ പേശികളുടെ പ്രവർത്തനമാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ചെറിയ പേശികളുടെ പ്രവർത്തനമാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. അതിന് ഉദാഹരണങ്ങളാണ് എഴുതുക, ചിത്രം വരയ്ക്കുക തുടങ്ങിയവ. അപ്പോൾ ഈ പറയുന്ന പേശികളുടെ ഏകോപനവും വളർച്ചയൊക്കെ ഉൾപ്പെടുന്നതാണ് കായിക വികാസം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. വികാസത്തിൻ്റെ തത്വങ്ങളിൽ മറക്കാൻ പാടില്ലാത്ത എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് സെഫോലോകോഡലും പ്രോക്സിമോഡിസ്റ്റലും. സെഫോലോകോഡൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതായത് നമ്മുടെ തലയിൽ നിന്നും താഴേക്ക് അല്ലെങ്കിൽ തലയിൽ നിന്നും നമ്മുടെ ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഹെഡ് ടു ടോ എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്ന വികാസത്തെയാണ് സെഫാലോകോഡൽ എന്ന് പറയുന്നത്. പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും പുറം വശങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു വശങ്ങളിലേക്ക്, സെൻറ്റർ ടു പെരിഫറി എന്ന് പറയുന്ന തത്വമാണ് പ്രോക്സിമോഡിറ്റൽ എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റുകളും എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ കേട്ടറ്റ് സീട്ടറ്റ് പോലുള്ള എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇത് ഓർമ്മിപ്പിച്ചത്. വികാസത്തിൻ്റെ തത്വങ്ങളിൽ വരുന്നതാണ് സെഫാലോകോഡലും പ്രോക്സിമോഡിസ്റ്റലും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് രണ്ടാമത്തെ ഭൗതിക വികാസം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ചിന്ത, ഓർമ്മശക്തി, പ്രശ്നപരിഹാരശേഷി എന്നിവയുടെ വളർച്ചയാണ് ഭൗതിക വികാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങുക അല്ലെങ്കിൽ എല്ലാത്തിലും ഒന്നാമതെത്തുക എന്നുള്ളതല്ല ഭൗതിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റെന്താണ്? നമ്മൾ സിറ്റുവേഷനുകളിൽ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് എങ്ങനെയാണ്, യുക്തിപൂർവ്വമായി എങ്ങനെ ചിന്തിക്കുന്നു, ഇതെങ്ങനെ ഓർത്തു വയ്ക്കുന്നു, പ്രശ്നപരിഹാരശേഷി, പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെയാണ് ഭൗതിക വികാസത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് തിയറിയാണ് ജീൻ പിയാഷയുടേതും വൈഗോട്സ്കിയുടെയും. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിൽ രണ്ടുപേരുടേയും തിയറീസ് ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായി നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. ജീൻ പിയാഷ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ സിദ്ധാന്തങ്ങളെ 4 സിദ്ധാന്തത്തിലൂടെ കുട്ടികളുടെ ഈ വളർച്ചയെ അല്ലെങ്കിൽ ബുദ്ധി വികാസത്തെ 4 ഘട്ടങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലാണ് ഭൗതിക വികാസത്തെ പിയാഷ തിരിച്ചിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ തിയറി അനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയും കൾച്ചറും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ ഭൗതിക വികാസം നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന ജീൻ പിയാഷയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഒന്നാമത്തത് സെൻസറി മോട്ടോർ, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, നാലാമത്തേത് ഫോർമൽ ഓപ്പറേഷണൽ. ഇതിൻ്റെ മലയാളമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജീൻ പിയാഷയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സെൻസറി മോട്ടോർ എന്ന് പറയുമ്പോൾ 0 മുതൽ 2 വയസ്സ്, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ പഠനമാണ്. അതായത് കണ്ടും കേട്ടും തൊട്ടും ഒക്കെ അല്ലെങ്കിൽ പഠിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള പഠനം എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആശയവും കുട്ടിയിലുണ്ടാകുന്നത്. ഒബ്ജക്റ്റ് പെർമനൻസ്. ഇനി രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഈ പ്രായത്തിലാണ് ഭാഷാവികാസം നടക്കുന്നത്. അതുപോലെ തന്നെ ഈഗോ സെൻട്രിസിസം, അനിമിസം തുടങ്ങിയവ ഈ
പ്രായത്തിൻ്റെ മറ്റ് പ്രത്യേകതകളാണ്. ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. ഈഗോ സെൻട്രിസിസം ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ നടക്കുന്നു, അനിമിസം ഏത് സ്റ്റേജിലാണ്, ഭാഷാ വികാസം തുടങ്ങുന്നത് ഏത് കാലത്തിലാണ്, ഏത് ഘട്ടത്തിലാണ്. മൂന്നാമത്താണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ, 7 മുതൽ 11 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ കുട്ടിയിൽ എന്ത് വളരുന്നു? ലോജിക്കൽ തിങ്കിങ്ങും പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള തിങ്കിങ്ങും ഒക്കെ വളരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. യുക്തിപരമായ ചിന്ത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 വയസ്സിന് മുകളിൽ. 11 വയസ്സിന് മുകളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡോളസെൻ്റ് പീരീഡിലുള്ള കുട്ടികൾ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് വരുന്ന കാര്യം. 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ ഉൾപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് റീസണിങ് അല്ലെങ്കിൽ അമൂർത്തമായ ചിന്ത, കുറച്ചും കൂടി കൂടിയ ചിന്തയാണിത്. അടുത്തത് ഭാഷാവികാസം, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഭാഷ എന്തിനു വേണ്ടി ഉപകാരപ്പെടുത്തുന്ന ഒന്നാണ്? ആശയവിനിമയത്തിന് വേണ്ടി അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവിൻ്റെ വളർച്ച ഉണ്ടാകുന്നതും ഈ ഭാഷാ വികാസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാവുന്നു? ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കുന്നത് നോം ചോംസ്കിയുടെ തിയറിയാണ്. നോം ചോംസ്കിയുടെ ലാഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏതൊരു കുട്ടിയിലും ജന്മസിദ്ധമായി തന്നെ ഭാഷ പഠിക്കാൻ, മറ്റുള്ളതല്ല, ഭാഷ പഠിക്കാനുള്ളൊരു കഴിവ് ജന്മസിദ്ധമായി ഉണ്ട്. അല്ലെങ്കിൽ ജന്മനാ തന്നെ ഒരു കുട്ടിക്ക് ഏത് ഭാഷയും പഠിക്കാനുള്ളൊരു കഴിവ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നു? ആ കുട്ടി ജനിച്ച് വീഴുന്നതോടൊപ്പം തന്നെ ആ ചുറ്റുപാടിലെ ഭാഷയുമായി എന്ത് ചെയ്യുന്നുണ്ട്? ഇടപഴകി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് ആ ഭാഷ വികസിപ്പിച്ചെടുക്കാൻ ആർക്ക് കഴിയും? ആ കുട്ടിക്ക് കഴിയും. ഇതിൽ തുടക്കത്തിൽ നമ്മൾ ക്രൈയിങ് അല്ലെങ്കിൽ കൂയിങ് എന്നൊക്കെ പറയുന്നത് 0 മുതൽ 2 മാസം മുതൽ വരെ നടക്കുന്നതാണ് ക്രൈയിങ്. അത് കഴിഞ്ഞ് കൂയിങ്, ഇതിനെ നമ്മൾ പാരാലിംഗ്വിസ്റ്റിക് സ്റ്റേജ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ബാബ്ലിംഗ്, 1 വേർഡ് സ്റ്റേജ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. എന്നാലും ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട നോം ചോംസ്കിയുടെ ലാഡ് എന്ന് പറയുന്ന തിയറിയാണ്. ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ലാഡ് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതായത് കുട്ടികളിൽ ജന്മസിദ്ധമായി തന്നെ അല്ലെങ്കിൽ ജന്മനാ തന്നെ ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അടുത്തത് സാമൂഹികവും വൈകാരികവുമായ വികാസം. സാമൂഹിക വികാസം, സോഷ്യലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. വൈകാരികം എന്ന് പറയുന്നത് ഇമോഷണൽ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സമൂഹത്തിലെ നിയമങ്ങൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ, ഇപ്പോൾ കുട്ടി ആദ്യമായി എത്തുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ക്ലാസ് റൂം തന്നെയാണ്. അവിടെ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുകളിലൂടെ, ഷെയറിങ്ങിലൂടെയും മറ്റും എങ്ങനെയാണ് ഒരു സാമൂഹീകരണം നടക്കുന്നത്, അനുസരണ പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിക്കുന്നു, മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിക്കുന്നു. അങ്ങനെ പല ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത് ഇമോഷണൽ. ഇമോഷണൽ എന്ന് പറയുമ്പോൾ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള കഴിവിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റാണ് വൈകാരിക വികാസത്തിൽ ഉൾപ്പെടുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എറിക് എറിക്സൻ്റെ തിയറിയാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എറിക് എറിക്സൻ്റെ തിയറിയാണ്. നമ്മുടെ സാമൂഹികവും വൈകാരികവുമായ വികാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഇത് പ്രത്യേകമായി തന്നെ ഒരു ക്ലാസ് ചെയ്യും. ഇനി മുൻവർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അത് ഒറ്റയടിക്കാൻ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല, അല്ലാതെ ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഫൈൻ മോട്ടോർ സ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഉണ്ട്, ഫൈൻ മോട്ടോർ സ്കില്ലും ഉണ്ട്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് വലിയ പേശികൾ, അതായത് ഓട്ടം, ചാട്ടം മുതലായ പ്രക്രിയകൾ ചെയ്യാനുള്ള കഴിവാണ് ഫൈൻ മോട്ടോർ സ്കില്ലിൽ വരുന്നത്. ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരുന്നത്. അതേസമയം ചെറിയ പേശികളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഫൈൻ മോട്ടോർ സ്കിൽ. അതിന് എക്സാമ്പിളാണ് എഴുതുക, ഡ്രോയിങ് ചെയ്യുക, അതായത് കൈ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്തിൽ വരുന്നതാണ്? ഫൈൻ മോട്ടോർ സ്കില്ലിൽ വരുന്നതാണ്. അപ്പോൾ അതിന് ഉത്തരം റൈറ്റിംഗ്, എഴുതുന്നത്. ലാഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? ലാഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആ ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നോം ചോംസ്കി. ഇതേതുമായി ബന്ധപ്പെട്ട് വരുന്നു? ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇനി പിയാഷെയുടെ തിയറി പ്രകാരം യുക്തിപരമായ ചിന്ത തുടങ്ങുന്ന ഘട്ടം ഏതാണ്? അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്. നമ്മൾ പറഞ്ഞു, നമ്മളെ മൂന്നാമത്തെ സ്റ്റേജായ കോൺക്രീറ്റ് ഓപ്പറേഷനിൽ നിന്നാണ് യുക്തിപരമായ ചിന്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കാലഘട്ടം അല്ലെന്ന് പറയുന്നത് പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത്, തലയിൽ നിന്ന് കാൽപാദത്തിലേക്കുള്ള വികാസം ഏത് തത്വമാണ്? തലയിൽ നിന്നും പാദത്തിലേക്ക് സെഫാലോകോഡൽ. അതേസമയം സെൻറ്റർ ടു പെരിഫറൽ, അല്ലെങ്കിൽ കേന്ദ്രഭാഗത്തു നിന്ന് മറ്റ് വശങ്ങളിലേക്ക് എന്നുള്ളത് ഏതായിരുന്നു? പ്രോക്സിമോ ഡിസ്റ്റൽ.
സാമൂഹികവൽക്കരണം എന്നാൽ എന്താണ് സൊസൈറ്റിയിലെ മൂല്യങ്ങളും വിശ്വാസങ്ങളും ആർജിച്ചെടുക്കുക, അവിടുത്തെ എന്താണ് സോഷ്യൽ കണ്ടക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയെടുക്കുക, വാല്യൂസ് എന്താണ്, അവിടുത്തെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സാമൂഹികവൽക്കരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസറി മോട്ടോറിൻ്റെ പ്രായപരിധി എത്രയാണ്? 0 മുതൽ 2 വയസ്സ് വരെ. ഇതൊക്കെ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ്. ഇനി നമ്മൾ എക്സാമിൽ നോക്കുമ്പോഴത്തേക്കും വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തിയറികളാണ് പിയാഷെയുടേതും വൈഗോട്സ്കിയുടെയും ചോംസ്കിയുടെയും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു കുട്ടി ഈ പറയുന്ന പ്രായങ്ങളിൽ ഈ പറയുന്ന വികാസത്തിൻ്റെ അല്ലെങ്കിൽ വികാസത്തിൻ്റെ തലങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും അത് ശരിയായ രീതിയിൽ വികസിപ്പിച്ചെടുക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആര് തന്നെയാണ്? അധ്യാപകൻ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്